എല്ലാവർക്കും ഇൻവെൻഷൻസ് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു ക്രിസ്മസ് കാർഡ് എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആവശ്യമുള്ള സാധനം ഒരു ചാർട്ടാണ്. ആ ചാർട്ട് 35 സെൻറ്റിമീറ്റർ വലുപ്പത്തിലും 20 സെൻറ്റിമീറ്റർ വീതിയിലുമായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പകുതിയായിട്ടുള്ള ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്യുക. അതായത് 17.5 സെൻറ്റിമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന അളവിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 17.5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി ഭാഗമായിട്ട് കാണുക ഒരു ഭാഗത്ത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം ഒന്ന് യോജിപ്പിക്കണം. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഏതൊക്കെ യോജിപ്പിക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രിസ്മസ് ട്രീൻ്റെ രൂപത്തിലുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ഇനി യോജിപ്പിച്ചതിന് ശേഷം നമ്മളങ്ങനെ വരച്ചതിന് ശേഷം നമുക്കതൊന്ന് മടക്കിയെടുക്കണം. സ്കെയിൽ ഉപയോഗിച്ച് തന്നെ മടക്കുക. രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കണം. ഇത് മടക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആകാൻ ശ്രമിക്കണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അതൊന്ന് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് കുറച്ച് വരകൾ വരക്കണം. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ വരച്ച് ആ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വരച്ച ലൈനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒരു കോർണറിൽ നിന്നും മറ്റേ ഭാഗത്തിലേക്കായിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്യണം. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്രിസ്മസ് ട്രീൻ്റെ രൂപത്തിലുള്ള ഒരു പേപ്പർ കിട്ടും. ഇനി ഒരു A4 പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ വലുപ്പം ഒന്ന് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ആ പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ ഭാഗത്തായിട്ട് ഒരു പശ ഉപയോഗിച്ച് ഒട്ടിക്കണം.
ഇനി ഒരു കളർ A4 എടുത്തിട്ട് പല കളറിലുള്ള കളർ A4 എടുത്തിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒട്ടിക്കുക. ഇനി ഒരു A4 ചെറിയ ചെറിയ പീസിൽ മേരി ക്രിസ്മസ് എന്നും അതുപോലെ കുറച്ച് എഴുത്തൊക്കെ എഴുതിയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ ഓരോ പേപ്പേഴ്സ് എടുത്തിട്ട് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയിട്ട് അതിനുള്ളിലായിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലത്തെ സ്റ്റിക്കർ സ്റ്റാർസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും കളർ A4 എടുത്തിട്ട് സ്റ്റാർ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഗിൽറ്റ് പേപ്പർ ഉണ്ടെങ്കിലും നന്നായിരിക്കും. നേരത്തെ എടുത്ത അതേ സ്റ്റാർ ഉപയോഗിച്ച് ഞാനിപ്പോൾ പുറം ഭാഗം കൂടി ഡിസൈൻ ചെയ്യാണ്. ഇതുപോലെ ഗിൽറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്രിസ്മസ് കാർഡ് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്രിസ്മസ് കാർഡിൽ നിന്നും കുറച്ച് വെറൈറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി തന്ന ഈ ക്രിസ്മസ് കാർഡ്. അപ്പോൾ ഞാനിവിടെ റോസ് ചാർട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പച്ച ചാർട്ടൊക്കെ ആണെങ്കിൽ നന്നായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.